19 രൂപ 14 എന്ന് പറയുന്നത് എന്താണ് സംഭവം? 19 രൂപ 14 അദ്ദേഹത്തിൻ്റെ മൂലധനം. ശരി. അതായത് ഇന്ന് നമ്മൾ കാണുന്ന മെരിലാൻഡ് സ്റ്റുഡിയോ, തിരുവനന്തപുരത്തെ ഈ പ്രശസ്തമായ തിയേറ്ററുകൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം 19 രൂപ 14 നിന്നാണ്. അതാണ് ആ ജീവിതം. അപ്പോൾ ഈ 19 രൂപ 14 എന്ന് പറഞ്ഞാൽ 20 രൂപ തികച്ചില്ല. 16 അണ 1 രൂപ. അത് ബ്രിട്ടീഷുകാരുടെ നാണയമാണ്. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലിരിക്കുമ്പോൾ നമ്മൾ കപ്പം കൊടുക്കുകയാണല്ലോ. ബ്രിട്ടീഷ് അധീനതയിലിരിക്കുമ്പോൾ 2 ചക്രമുണ്ട്. തിരുവിതാംകൂർ ചക്രവും ബ്രിട്ടീഷുകാരുടെ ഒരണ. ബ്രിട്ടീഷുകാരുടെ നാണയം എങ്ങനെ പറഞ്ഞാൽ 16 അണ 1 രൂപ. 2 നാണയവും മാർക്കറ്റിൽ പോകും. മഹാരാജാവിൻ്റേത് ചക്രം, 28 ചക്രം 1 രൂപ. ബ്രിട്ടീഷുകാർ എപ്പോഴും മേലെ ഇരിക്കണമല്ലോ, അതുകൊണ്ട് അവൻ്റെ 28 ചക്രം 1 രൂപ. അപ്പോൾ ബ്രിട്ടീഷ് രൂപ എന്ന് ബ്രിട്ടീഷ് രൂപ എന്ന് പറയുന്നത് 28 ചക്രമാണ്. അപ്പോൾ നമ്മൾ 28 ചക്രം കൊടുത്താലേ 1 രൂപ കിട്ടുള്ളൂ. അതിവിടെ തന്നെ ഒരു വിദേശ നാണയ മാറ്റം പോലെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഒരണയ്ക്ക് കൊടുക്കും, ചക്രവും കൊടുക്കും. ഈ സുബ്രഹ്മണ്യ മുതലാളി വളരെ പ്രശസ്തരായിട്ടുള്ള അഭിനേതാക്കളെ പ്രേം നസീറും അതു ഷീലയൊക്കെ അവതരിപ്പിച്ചെങ്കിലും 2 ഇടങ്ങഴി എന്ന് പറയുന്ന സിനിമയിൽ അന്നത്തെ ഒരു നായക സങ്കല്പത്തെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ മുത്തയ്യയും പി.ജെ. ആന്റണിയും നായകനായി. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അതായത് ഇത് പല നിരൂപക പുങ്കവന്മാരും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ പി.ജെ. ആന്റണിയെ മുത്തയ്യയും പോലെയുള്ളവരെ നായകരാക്കിയാണ് 2 ഇടങ്ങഴിയാന്ന്. അത് കാരണം അദ്ദേഹം ഓരോ കഥയും വായിച്ചിട്ട് ഉദാഹരണമായിട്ട് ആദ്യത്തെ സിനിമ ആത്മസഖിയാണ്. അതെ, ആത്മസഖിയിൽ സത്യൻ അഭിനയിക്കുന്നത്. സത്യൻ നായകൻ. അതിനു മുമ്പ് സത്യൻ കെ ബാലകൃഷ്ണനാണ് സത്യനെയും നസീർ സാറിനെയും കണ്ടെത്തിയത്. അതെല്ലാവർക്കും ത്യാഗസീമ കെ ബാലകൃഷ്ണൻ. അത് പ്രേം നസീറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് C.I. പരമേശ്വരപിള്ള എന്ന് പറഞ്ഞ വലിയ നടനുണ്ടായിരുന്നു, പ്രൊഫസർ C.I. പരമേശ്വരപിള്ള. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ C.I. പരമേശ്വരപിള്ളയാണ് നസീർ. ഇങ്ങനെ അബ്ദുൽ ഖാൻ എന്നൊരു പയ്യനുണ്ട്, നസീറായിട്ടില്ല, ചെറിയ അബ്ദുൽ ഖാൻ എന്ന പയ്യനുണ്ട്, വിടുപിടുക്കനാണ് അവൻ. അപ്പോൾ അഭിനയ മത്സരം നടന്നു, അതിൽ ഇദ്ദേഹം മാർക്ക് ഇട്ടത്. അപ്പോൾ 1ാം സ്ഥാനം അബ്ദുൽ ഖാനാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കെ ബാലകൃഷ്ണൻ പറയുന്നത് C.I. പരമേശ്വരപിള്ളയാണ്. അപ്പോൾ സത്യനേശൻ നാടാർ നേരത്തെ തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കെ ബാലകൃഷ്ണൻ. അദ്ദേഹം പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. ആദ്യം പട്ടാളത്തിലായിരുന്നു, അധ്യാപകനായിരുന്നു, പിന്നെ പട്ടാളത്തിൽ പോയി, പിന്നെ പോലീസ് ഇൻസ്പെക്ടറായി. അപ്പോൾ ഈ 2 പേരും നായകന്മാരായി. നമ്മുടെ ഇരയിമ്മൻ തമ്പിയുടെ 4ാമത്തെ തലമുറയിലെ ഇന്ദിരാഭായ് തങ്കച്ചി വലിയ നർത്തകയുണ്ടായിരുന്നു. അടുത്ത കാലത്താണ് അവരെ ഉണ്ടായിരുന്നവർ. ഇന്ദിരാഭായ് തങ്കച്ചി അവരായിരുന്നു നായിക. കെ ബാലകൃഷ്ണൻ. അത് ആലോചിക്കണേ, കെ ബാലകൃഷ്ണൻ 30 വയസ്സ് പോലുമില്ല ഈ പടം പ്ലാൻ ചെയ്യുമ്പോൾ. പക്ഷെ അത് നിർഭാഗ്യവശാൽ നടന്നില്ല, പടം നടന്നില്ല. അപ്പോൾ അങ്ങനെ എന്നാലും സത്യനേശൻ നാടാർ സത്യൻ എന്ന പേരിൽ സിനിമയിൽ വരുന്നത് ആത്മസഖിയിലൂടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സുബ്രഹ്മണ്യ മുതലാളിയാണ്. ഈ 2 ഇടങ്ങഴി പോലൊരു സിനിമ എടുക്കുമ്പോൾ അദ്ദേഹം ഈ മറ്റേ മുഖ്യധാര നായകരെ മാറ്റി നിർത്തി ഇവരെ പോലുള്ള കരുത്തുറ്റ അഭിനേതാക്കളെ ഇടാൻ കാരണം അല്ല, അത് ആ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കഥയെക്കുറിച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മേക്കപ്പൊന്നും ഒരുപാട് മേക്കപ്പൊന്നും വേണ്ട. പിന്നെ മാത്രമല്ല അറിയപ്പെടുന്ന ഒരുപാട് പ്രശസ്തരായ നടന്മാർ വേണ്ട, സത്യനും നസീറും വേണ്ട. കാരണം ആ കഥാപാത്രം വായിച്ചപ്പോൾ, കോരനെക്കുറിച്ച് വായിച്ചപ്പോൾ കോരൻ ആവാൻ. അപ്പോൾ പലരോടും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ട് ഒരുപാട് സാഹിത്യകാരന്മാർ ടിങ്കു നായർ, നാഗവള്ളി R.S. കുറുപ്പ്, അവരോടൊക്കെ വലിയ അടുപ്പമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഇവരൊക്കെ സംസാരിച്ച് ഇവരെല്ലാം പറഞ്ഞു P.J. ആൻ്റണി ഇതൊരു നല്ല നടനുണ്ട്, നാടകരംഗത്ത് വളരെ പ്രശസ്തനാണ്. അപ്പോൾ ആൻ്റണി വിളിപ്പിച്ചു. ആൻ്റണി ആണെങ്കിൽ വെറും നിഷേധിയാണ്, വളരെ നിഷേധിയാണ്, ആരെയും അംഗീകരിക്കില്ല ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹം വന്നു. പക്ഷേ ആൻ്റണി അദ്ദേഹത്തോട് നിന്ന് അഭിനയിച്ചു. പക്ഷേ ആ ഒരു പടത്തിലല്ലാതെ പിന്നെ തുടർന്ന് ആൻ്റണി അഭിനയിപ്പിച്ചില്ല. സിനിമയെക്കുറിച്ച് പുള്ളിക്ക് ശരിയായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് ഞാനൊക്കെ സിനിമയിൽ വരുന്നു, അതിന് ശേഷവും സുബ്രഹ്മണ്യ മുതലാളിക്കെതിരായിട്ട് ഒരുപാട് കിംവദന്തികൾ പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വെറും മുതലാളിയാണ്, ഭയങ്കര അദ്ദേഹത്തെ മുതലാളി എന്ന് വിളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യും, എല്ലാവരും അദ്ദേഹം പോയി നിന്നോളണം, ഇങ്ങനെയൊക്കെ. അതിനൊന്നും ഒരു അർത്ഥമില്ല. കാരണം 24ാമത്തെ വയസ്സ് വന്ന് എന്നെ ആദ്യം ഇരുത്തി. ഈ കിംവദന്തികൾ പലതും വെറും കുപ്രചരണങ്ങളായിരുന്നു. അത് എനിക്ക് ആർക്കും പറഞ്ഞുകൂടാ, വെറും കുപ്രചരണങ്ങൾ. കാരണം ജലസി കൊണ്ട്, അസൂയ കൊണ്ട്. പിന്നെ ഒരു മനുഷ്യൻ ഇത്രയധികം ഉയരത്തിലെത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവിക അസൂയ വരുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ന്യൂ തിയേറ്റർ സ്ഥാപിക്കാൻ C.P. രാമസ്വാമിയുടെ സഹായത്തോടുകൂടിയാണ് അവിടെ സ്ഥലം പതിച്ചു കൊടുത്തു. അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ ചതുപ്പ് നിലയാണ്. ഇന്നത്തെ തിരുവനന്തപുരം അല്ലെന്ന്. ന്യൂ തിയേറ്റർ സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ വെള്ളം കെട്ടി കിടക്കുന്ന ചതുപ്പ് നിലമാണ്.
അപ്പോൾ ഈ സി പി രാമസ്വാമി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ നിങ്ങൾ കുറച്ച് വളർന്നു വരികയല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടി ഇവിടെയൊക്കെ? ഇതിങ്ങനെ പിന്നെ ഒരു അന്ന് പേട്ട റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തമ്പാനൂർ വന്നിട്ടേ ഉള്ളൂ. സി പി രാമസ്വാമി അയ്യരുമായിട്ടും തിരുവിതാംകൂർ രാജകുടുംബമായിട്ടും നല്ല ബന്ധമാണ്, നല്ല അടുപ്പാണ്. അതെൻ്റെ പുസ്തകം വായിക്കണം. അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ പുസ്തകത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കിംവദന്തികളെ കുറിച്ച് ബുക്കിൽ പരാമർശിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെയല്ല. കിംവദന്തിയെക്കുറിച്ച് ഞാൻ സ്പർശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത്, കാരണം വെച്ചാൽ ഇത്രയധികം സിനിമ പഠിച്ച ഒരാൾ, എൻ്റെ സിനിമയെക്കുറിച്ച് ഇത്രയധികം അഗാധമായി പഠിച്ച ഒരാളിനെ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. ഒരുപക്ഷെ വിൻസൻ മാസ്റ്ററാണ് ക്യാമറയുടെ കാര്യത്തിൽ, ഛായാഗ്രഹണയുടെ കാര്യത്തിൽ. സേതുമാധവനുണ്ടാവും, അറിയാമായിരിക്കും. പക്ഷേ ഇദ്ദേഹം അങ്ങനെ അവരെപ്പോലൊന്നും സംവിധാനം പഠിച്ച ആളല്ല. അദ്ദേഹം ആരെയും അനുകരിച്ചില്ല. അദ്ദേഹം എങ്ങനെയാണെന്ന് സുബ്രഹ്മണ്യം മുതലാളിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഹീ ബിക്കേം ആൻ എക്സിബിറ്റർ ഫസ്റ്റ്. അങ്ങനെ വേറെ ആളില്ല. എക്സിബിറ്ററായിട്ട് തിയേറ്റർ നടത്തി, അവിടെ വരുന്ന എല്ലാ പടങ്ങളും കണ്ടു. അപ്പോൾ ഏത് പടമാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ഏത് പടമാണ് ഉടനെ അറിയുന്ന തിയേറ്റർ ഉടമയാണ്. കാരണം എത്ര കളക്ഷൻ പോയി, 2 സെക്കൻഡ്സ് പോയി. സിനിമയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിരുചി, അതാണ് ജനങ്ങളുടെ അഭിരുചി അദ്ദേഹം തുടക്കം. അപ്പോൾ അദ്ദേഹം ന്യൂ തിയേറ്റർ സ്ഥാപിച്ചു, പിന്നെ ശ്രീകുമാർ സ്ഥാപിച്ചു, പത്മനാഭ സ്ഥാപിച്ചു. ഈ 3 തിയേറ്റർ സ്ഥാപിച്ചതിന് ശേഷമാണ് ചിത്ര തിയേറ്റർ അദ്ദേഹം ലീസിന് എടുത്തതിന് ശേഷമാണ് സ്റ്റുഡിയോ തുടങ്ങുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇദ്ദേഹം 4 തിയേറ്ററുകളുടെ ഉടമസ്ഥനാണ്, ഏറ്റവും വലിയ എക്സിബിറ്ററാണ്. മുതലാളിയായത് അങ്ങനെയാണ്. ഇത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ്. തീർച്ചയായിട്ടും. അതിൻ്റെ എത്ര കാലം എടുത്തത് എഴുതാൻ? ശരിക്കും പറഞ്ഞാൽ എനിക്കിത് എൻ്റെ സ്വഭാവത്തിന് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട്, പക്ഷേ 2 വർഷം കൊണ്ട് എഴുതി തീർത്തത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, ഇദ്ദേഹം നാഗർകോവിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന് ആറ്റൂർ നമ്മുടെ തിരുവട്ടാറിനടുത്ത് ആറ്റൂർ സ്വദേശിച്ച. അത് അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള മുഴുവൻ സംഭവങ്ങൾ അതിനകത്തുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് സ്വയം ആർജിച്ചെടുത്തതെല്ലാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ തിരുവിതാംകൂർ അദ്ദേഹത്തെ ആദ്യം ശ്രദ്ധിക്കുന്നത് റീജന്റ് മഹാറാണിയാണ്. റീജന്റ് മഹാറാണി ആദ്യം ശ്രദ്ധിക്കുന്നത്. കാരണം അദ്ദേഹം ആദ്യം വാട്ടർ വർക്സിൽ ഉദ്യോഗസ്ഥനായിട്ട്, വാട്ടർ വർക്സ് തുടങ്ങുമ്പോൾ വാട്ടർ വർക്സ് ഉദ്യോഗസ്ഥനായി വന്നു. അപ്പോൾ വാട്ടർ വർക്സ് ആദ്യം അവർ തുടങ്ങിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവടിയാർ കൊട്ടാരത്തിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുക, വെള്ളം കൊണ്ടുവരിക. അപ്പോൾ ആ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രധാനപ്പെട്ട എഞ്ചിനീയറുടെ, പ്രധാനപ്പെട്ട ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ക്ലർക്കായിരുന്നു ഇദ്ദേഹം. ആ ചരിത്രമെല്ലാം ഈ ബുക്കിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഈ റീജൻ്റ് മഹാറാണി പൈപ്പ് ലൈൻ ഇടുന്നിടത്തൊക്കെ അവർ തിരുവിതാംകൂർ കൊട്ടാരത്തെക്കുറിച്ച് അറിയാം. അവർ വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണല്ലോ. അതെ, തീർച്ചയായും. ഒട്ടും ഒരു നമ്മുടെ നൈസാമിനെ പോലെ ഒന്നും ജീവിച്ചവരല്ലല്ലോ. ചിത്രനാൾ പോലും എങ്ങനെയാണ് ജീവിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ റീജൻ്റ് മഹാറാണി ഇങ്ങനെ വന്ന് ഈ കൊടുക്കുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ കൂടി കിടക്കുന്നു. എവിടെ ഈ പയ്യനെ കാണാം? അപ്പോൾ വിളിച്ചു, ചെയ്തായി പയ്യൻ. അത് സുബ്രഹ്മണ്യ പിള്ള, നാഞ്ചിരാണ്ട് പിള്ളയാണ്. സുബ്രഹ്മണ്യ പിള്ള എന്ന പേര് വാട്ടർ വർക്സിൽ ജോലിയാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇത് മനസ്സിൽ, റീജൻ്റ് മഹാറാണി മനസ്സിൽ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടി കൊട്ടാരത്തിൽ. പിന്നെ സി പി രാമസ്വാമിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ചിദംബരം എന്ന ആളുടെ അദ്ദേഹത്തിൻ്റെ മകളാണ് പ്രഹ്ലാദയായിട്ട് അഭിനയിച്ചത്. പ്രഹ്ലാദനായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടിയാണ് ഈ ചിദംബരം. സി പി രാമസ്വാമിയുടെ അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ചിദംബരത്തിൻ്റെ മകൾ ലക്ഷ്മി എന്ന കുട്ടിയാണ് പ്രഹ്ലാദനായിട്ട് അഭിനയിച്ചത്. അങ്ങനെയുള്ള അടുപ്പം വളരെ. അപ്പോൾ അങ്ങനെ ഈ അഭിനയിക്കുമ്പോൾ അപ്പോൾ ഇവർ ഈ അടുപ്പം വന്നപ്പോൾ ഈ കുട്ടിയുടെ മേൽനോട്ടത്തിനും അതുപോലെ പ്രൊഡക്ഷൻ്റെ നോട്ടത്തിനും ഇതിന് ശരിക്കും ഫിനാൻസ് ചെയ്ത് പലർക്കും അറിയില്ല. കൊട്ടാരത്തിൽ നിന്നാണ് പ്രഹ്ലാദ സിനിമയ്ക്ക്. അത് പത്മനാഭ സുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛൻ കെ സുബ്രഹ്മണ്യനാണ് ഡയറക്ടർ. ഇപ്പോഴേ നമ്മൾ പ്രശസ്ത നടത്തി പത്മനാഭ സുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛൻ കെ സുബ്രഹ്മണ്യൻ വലിയ ഡയറക്ടറായിരുന്നു ആദ്യകാലത്ത്. തമിഴ് സിനിമയൊക്കെ ഈ ജനിക്കുന്ന കാലത്തെ ഏറ്റവും വലിയ ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ ആ കെ സുബ്രഹ്മണ്യനാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ പടം തീരുന്ന സമയത്ത് നിർമ്മാതാവായിട്ട് ആരുടെ പേര് വെക്കണം. അപ്പോൾ കെ സുബ്രഹ്മണ്യത്തിൻ്റെ കമ്പനിയാണ് പടം വെക്കുന്നത്. പൈസ കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കുന്നു. തീരാറായ സമയത്ത് ഈ സുബ്രഹ്മണ്യം നമ്മുടെ സുബ്രഹ്മണ്യത്തിൻ്റെ പേരിടാൻ പറയുന്നത് മഹാറാണിയാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ പടത്തിൽ നിർമ്മാതാവിൻ്റെ പേര് പി സുബ്രഹ്മണ്യൻ. അങ്ങനെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാത്ത പടത്തിൽ അദ്ദേഹം പ്രൊഡ്യൂസറായി. അങ്ങനെയാണ് തുടക്കം. അതെ. പക്ഷേ ജനങ്ങൾ രണ്ടും സുബ്രഹ്മണ്യൻ രണ്ടും ഒരാളാണെന്ന് വിചാരിച്ചു. കെ സുബ്രഹ്മണ്യൻ പി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞപ്പോൾ രണ്ടും ഒരാളാണെന്ന് ജനങ്ങൾ ധരിച്ചു. പക്ഷേ ആ പ്രഹ്ലാദയുടെ നിർമ്മാണ സമയത്താണ് ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത്.
കാരണം ഫുൾ പ്രൊഡക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. ഉവ്വ്. അത് ഈ പിന്നെ കെ സുബ്രഹ്മണ്യവും പി സുബ്രഹ്മണ്യവും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ എൻ്റെ പുസ്തകത്തിലുണ്ട്. ഓ അത് ശരി. എന്തായാലും അതൊരു എല്ലാവരും ചരിത്രം അന്വേഷിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. തീർച്ചയായിട്ടും എൻ്റെ മലയാള സിനിമയുടെ ചരിത്രവും ആ കാലഘട്ടം, പിന്നെ ഈ ഉദയായും മെരിലാൻഡുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, ഭക്തകുചല കൃഷ്ണകുചല ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മാറി ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രേം നസീറിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അതെ. ഈ നിർമ്മാതാക്കളെയും സംവിധായകരെയൊക്കെ നടന്മാരും നടിമാരും ഒക്കെ അനുസരിക്കുന്ന ഒരു കാലമായിരുന്നു. അല്ല, അന്നത്തെ കാലം ഇനി ഒരിക്കലും വരില്ല. പക്ഷേ ഈ ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ. അത് വലിയ മാറ്റമല്ല. അത് എന്തുകൊണ്ടാണ് ആ ഒരു മാറ്റം? രാജേഷ് ഒരു കാര്യം അറിയാവൂ, കയ്യിൽ ചാട്ട വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്ത രാജ സാൻഡോ എന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അത് ശരി. കയ്യിൽ ചാട്ട വെച്ച ഷൂട്ട് ചെയ്യുന്നത്, കാരണം നടന്മാരെ അടിക്കാൻ നന്നായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ. ആ ഒരു കാലം ഉണ്ടായിരുന്നു, സങ്കല്പിക്കാൻ പറ്റുമോ? ആ കാലം പോയിട്ട് സംവിധായകന്റെ കാരണത്ത് നടനടിക്കും അല്ലെങ്കിൽ നടിയടിക്കും.